മസാല ബോണ്ടിനും തോമസ് ഐസക്കിനുമെതിരായ ഇഡിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി കിഫ്ബി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കിഫ്ബി ഫണ്ട് ചെലവഴിച്ചതിലെ സുതാര്യതയും മസാല ബോണ്ടിന്റെ നിയമസാധുതയും അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ഏജൻസി ഉപയോഗിച്ച കിഫ്ബിയെ തകർക്കാനുള്ള നീക്കത്തെ തുറന്നുകാട്ടുന്നത് കൂടിയാണ് കിഫ്ബി സമർപ്പിച്ച സത്യവാങ്മൂലം. കിഫ്ബിയുടെ മസാല ബോണ്ടിൽ ക്രമക്കേട് ആരോപിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇഡി നിരന്തരം സമൻസ് അയക്കുമ്പോഴാണ് ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന വസ്തുതകളുമായി കിഫ്ബി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചത്. ധനകാര്യ സ്ഥാപനങ്ങൾ, ആഭ്യന്തര ബോണ്ടുകൾ, വിദേശ മസാല ബോണ്ടുകൾ എന്നിവ വഴിയാണ് കിഫ്ബി പണം കണ്ടെത്തുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടുണ്ടെന്നും പ്രധാന ഉത്തരവാദി എന്ന നിലയിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്നുമാണ് ഇഡി വാദം. എന്നാൽ ഫണ്ട് വിനിയോഗത്തിന്റെ ഉത്തരവാദിത്വം സിഇഒ കൂടിയായ ഫണ്ട് മാനേജർക്കാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് വഴി തുക സമാഹരിച്ചത്. ചെലവ് വിവരങ്ങൾ എല്ലാ മാസവും RBI അറിയിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് കിഫ്ബി നടപടികളെന്ന് RBI ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫെമ നിയമം ലംഘിച്ചെന്നും RBI പറയുന്നില്ല. ഇഡി ക്രമക്കേട് ആരംഭിക്കുന്ന മസാല ബോണ്ടിലൂടെ സമാഹരിച്ച 2150 കോടി രൂപ 339 അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി വിനിയോഗിച്ചു കഴിഞ്ഞു. മാത്രമല്ല, സമാഹരിച്ച തുകയും കാലാവധി പൂർത്തിയായ മുറയ്ക്ക് കഴിഞ്ഞ മാസം കൃത്യമായി തിരിച്ചടച്ചതായും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. വസ്തുത ഇതായിരിക്കെ മസാല ബോണ്ടിലെ ക്രമക്കേട് ആരോപണവും തോമസ് ഐസക്കിനെതിരെയുള്ള ആരോപണവും പൂർണ്ണമായും തള്ളുകയാണ് കിഫ്ബി. കൺമുന്നിൽ കിഫ്ബി വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പ്രധാന ഉദാഹരണമാണ് ദേശീയപാത വികസനം. 6769 കോടി രൂപയാണ് അതിനായി കിഫ്ബി വഴി ചെലവിട്ടത്. തീർന്നില്ല. സ്കൂളുകളുടെ വികസനത്തിന് 2000 കോടി, കോളേജുകളുടെ വികസനത്തിന് 498 കോടി, ആശുപത്രികൾക്ക് 2990 കോടി, കുടിവെള്ളത്തിന് 3803 കോടി, പാലങ്ങൾക്കും റോഡുകൾക്കുമായി 6717 കോടി. ഇങ്ങനെ പോകുന്നു കിഫ്ബി വഴി യാഥാർത്ഥ്യമാകുന്ന പദ്ധതികൾ. വരുമാനവും കൃത്യമായ തിരിച്ചടവും ഉറപ്പാക്കുന്ന ഒരു മാതൃക ഇടതു സർക്കാർ ആവിഷ്കരിച്ചിരിക്കെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് അതിനെ തകർക്കാനുള്ള നീക്കം തുറന്നു കാട്ടുന്നതുകൂടിയാണ് ഹൈക്കോടതിയിൽ കിഫ്ബി സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കം. കൈരളി ന്യൂസ്, കൊച്ചി.